ഈ പടത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു കാലത്ത് തെലുഗു സിനിമയിലെ ഒരു ഫയർ ബ്രാൻഡ് ഡയറക്ടറായിരുന്നു പൂരി ജഗന്നാഥ്. പുള്ളിയുടെ മിക്ക ഐക്കണിക് നായക കഥാപാത്രങ്ങളുടെയും ഒരു പശ്ചാത്തലം എന്തായിരിക്കുമെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ ഒരു സിറ്റി ബേസ്ഡ്, മെയിൻലി ഹൈദരാബാദ് ബേസ്ഡ്, കെയർ ഫ്രീ, ലോഫർ ടൈപ്പ് എന്നാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള നായകന്മാരായിരിക്കും. അതൊരു ടെംപ്ലേറ്റ് ആണ്. പുള്ളിയുടെ വിജയ ചിത്രങ്ങളിലും പരാജയ ചിത്രങ്ങളിലും എല്ലാം നമുക്കിത് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ പൊളിറ്റിക്സ്, ഗവൺമെന്റ് സിസ്റ്റം, മാഫിയ ഇങ്ങനെയുള്ള ആസ്പെക്ട്സും പുള്ളിയുടെ കഥയിലുണ്ടാവും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം ചെയ്തൊരു സിനിമയായിരുന്നു റോമിയോ ആൻഡ് ജൂലിയറ്റ് അഥവാ ഇద్దరమ్మాయిలతో എന്ന് വെച്ചാൽ രണ്ട് പെൺകുട്ടികളോടൊത്ത്. എന്റെ പേരിലുള്ളതുപോലെ തന്നെ രണ്ട് നായികമാരാണ് സിനിമയിലുള്ളത്. അവരെ കണക്ട് ചെയ്യുന്ന ആളാണ് നായകൻ. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും നായകനുമായി എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സിനിമ. കാര്യം ലൊക്കേഷൻ വൈസും കോസ്റ്റ്യൂം വൈസും ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ആണ് പരിപാടികൾ. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഗ്രാൻഡിയർ ഉണ്ട് ഈ സിനിമയ്ക്ക്. അഥവാ ബഡ്ജറ്റിൽ ഒട്ടും പിശുക്ക് കാണിക്കാതെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമ. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഒട്ടും എൻഗേജിംഗ് ആയിരുന്നില്ല. ക്ലൈമാക്സ് ഫൈറ്റിന് വേണ്ടി ഇവർ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ സിനിമയിൽ. പക്ഷെ അവിടെയൊക്കെ എത്തുമ്പോഴേക്ക് നമ്മൾ മൊത്തം എക്സോസ്റ്റഡ് ആവും. ഒരിടക്കാലത്ത് തെലുഗു കമേഴ്സ്യൽ സിനിമയിൽ ഒരു സ്റ്റാർ ഹീറോയ്ക്ക് രണ്ട് നായകന്മാരെന്ന ടെംപ്ലേറ്റിൽ കുറച്ചധികം പടങ്ങൾ വന്നിരുന്നു. ജൂനിയർ NTRന്റെയും രാം ചരണിന്റെയും ഒക്കെ സിനിമകളുണ്ട് ഈ ഗണത്തിൽ. അങ്ങനെ ഒരു സിനിമ അല്ലു അർജുന് വേണ്ടി സൃഷ്ടിച്ചെടുത്തതായാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നാറ്. ജസ്റ്റ് ലൈക്ക് മഗധീര ഒരു വമ്പൻ സംഭവമായി മാറിയപ്പോൾ അല്ലു അരവിന്ദ് എന്നാ പിന്നെ എന്റെ മോനും വേണം അങ്ങനെ ഒരെണ്ണം എന്നും പറഞ്ഞ് ബദ്രീനാഥ് ഉണ്ടാക്കിയെടുത്തതുപോലെ. അത് അദ്ദേഹം റിയലായി പറഞ്ഞതല്ല, പണ്ടേതോ ട്രോളിൽ വായിച്ചതാണ്. എനിവേസ്, അപ്പോൾ ഈ ഒരു പുരി ജഗന്നാഥ് അല്ലു അർജുൻ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ കണ്ണിൽ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് മൂവി ആയിരുന്നോ, അതോ ആവറേജ് അനുഭവമായിരുന്നോ, ഇനി അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരുന്നോ?